ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ 1ാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ കേരളം. കൂട്ടുകാരെ, നമ്മൾ ഇന്നൊരു കവിത പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ച് മനോഹരമായ ഒരു കവിത. ഈ ചിത്രം നോക്കിയേ കൂട്ടുകാരെ, നമ്മുടെ കൊച്ചു കേരളമാണ്. എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്? മനോഹരമായ നെൽപ്പാടങ്ങളുണ്ട്, പിന്നെയോ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട്, അരുവിയുണ്ട്, പിന്നെയോ പശുവും കൊക്കുമൊക്കെ പാടത്ത് നിൽക്കുന്നത് കാണാം. പിന്നെ തെങ്ങിൻ തോപ്പുകളും മലനിരകളും കായലും കടലും ഒക്കെയായി നമ്മുടെ കേരളം എന്തു ഭംഗിയാണല്ലേ കൂട്ടുകാരെ. അതെ, നമുക്കിനി കവിത പഠിച്ചാലോ. എൻ്റെ കേരളം. ഗോപാലകൃഷ്ണൻ കോലടി എഴുതിയ മനോഹരമായൊരു കവിതയാണ് എൻ്റെ കേരളം. കൂട്ടുകാര് ഉറക്കി പാടണേ. പാടും പുഴകളും തോടും ഓടി കൂടും മലരണിക്കാടും നീളെ കളകളം പാടും കാട്ടും ചോലയും മാമണിമേടും വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും നീളെ കുളിരുളി തിങ്ങി എൻ്റെ കേരളം എന്തൊരു ഭംഗി. നീളെ കുളിരുളി തിങ്ങി എൻ്റെ കേരളം എന്തൊരു ഭംഗി. കൂട്ടുകാരെ, നീളെ കുളിരുളി തിങ്ങി നിൽക്കുന്ന നമ്മുടെ കേരളം എന്തൊരു ഭംഗിയാണല്ലേ. നമ്മുടെ കൊച്ചു കേരളത്തെ ഭംഗി കൂട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് കവി ഇവിടെ പറയുന്നത്. പാട്ടുപാടി ഒഴുകുന്ന കുഞ്ഞു കുഞ്ഞു പുഴകളും തോടുകളും ഉണ്ടല്ലേ. പിന്നെയോ സൗന്ദര്യമാകുന്ന മലരണി കാടുകളുണ്ട്. പിന്നെയോ നീളെ കളകളം പാടി ഒഴുകുന്ന കാട്ടുചോലയും ആവണിമേടുകളുമുണ്ട്. കാട്ടുചോല എന്ന് പറഞ്ഞാൽ കാട്ടരുവി. പിന്നെയോ നമുക്ക് ചുറ്റും തുള്ളിക്കളിക്കുന്ന കടലിനെ വെള്ളിയരഞ്ഞാണു പോലെ എന്നാണ് കവി ഇവിടെ വിശേഷിപ്പിക്കുന്നത്. കായലും നീലമലയും ഒക്കെയുണ്ട് കേട്ടോ. പിന്നെയോ കോരിത്തരിക്കുന്ന നീണ്ടു കിടക്കുന്ന വയലുകളുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒത്തിരി കാണപ്പെടുന്ന വൃക്ഷമാണ് തെങ്ങല്ലേ. കേരമരതകത്തോപ്പ്, തെങ്ങിൻ തോപ്പുകളുണ്ട്. അതെങ്ങനെയാണ് നിൽക്കുന്നത്? മയില് പീലി നിവർത്തി നിന്ന് ആടുന്നത് പോലെ നമ്മുടെ തെങ്ങിൻ തോപ്പുകളും പീലി നിവർത്തി നിന്നാടുന്നു എന്നാണ് കവി പറയുന്നത്. അങ്ങനെ ഇത്രയും പ്രത്യേകതകളൊക്കെയുള്ള നീളെ കുളിരുളി തിങ്ങുന്ന നമ്മുടെ കേരളം നല്ല ഭംഗിയല്ലേ. അതെ അല്ലേ കൂട്ടുകാരെ. കൂട്ടുകാരെ, എൻ്റെ നാടിനെ സുന്ദരമാക്കുന്നത് എന്തെല്ലാമാണെന്ന് അറിയാമോ? തോട്, വീട്, പുഴകൾ, വണ്ടികൾ, നടപ്പാതകൾ, പൂക്കൾ, മരങ്ങൾ, മനുഷ്യർ. കൂട്ടുകാരുടെ നാടിനെ സുന്ദരമാക്കുന്ന എന്തൊക്കെയാണ്? എഴുതി ചേർത്തോളൂ. ഇനി വരച്ചു യോജിപ്പിക്കൂ. നമ്മുടെ പാഠപുസ്തകത്തിൽ കണ്ട വാക്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർത്ത് എഴുതാം. പാടും പുഴകളും, പീലി നിവർത്തി നിന്നാടുന്ന തെങ്ങിൻ തോപ്പ്, മൂടിക്കൂടുന്ന മലരണിക്കാട്, തുള്ളിക്കളിക്കുന്ന കടല്. ഇതുപോലെ കൂട്ടുകാർക്ക് വരച്ചു യോജിപ്പിക്കാനൊക്കെ ചോദിക്കാം. പഠിച്ചു വെച്ചേക്കണേ. നിറം നൽകാം. കൂട്ടുകാർ നോക്കിയേ, നമ്മുടെ കേരളത്തിന്റെ മനോഹരമായൊരു ചിത്രമാണ്. നമുക്ക് നിറം കൊടുക്കാം. ഹായ്, എന്തു ഭംഗിയാണ്. ഇങ്ങനെയാണോ ഇപ്പൊ നമ്മുടെ കേരളം? അല്ല അല്ലേ, ഒത്തിരി മലിനമായിട്ടുണ്ട്. നമുക്ക് ഇതുപോലൊരു കേരളം ഉണ്ടാക്കിയാലോ? അതിന് നമ്മളൊക്കെ ഒരുമിച്ച് പ്രയത്നിക്കണം കേട്ടോ. കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാം. കൂട്ടുകാരെ, എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടുകളുമുണ്ട്. ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുമുണ്ട്. പിന്നെയോ തുള്ളിക്കളിക്കുന്ന കടലും ഭംഗിയുള്ള കായലും പച്ച നിറത്തിൽ മനോഹരമായ വയലും തിങ്ങി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും. അങ്ങനെ അങ്ങനെ എൻ്റെ നാട് നല്ല ഭംഗിയാണ്. കൂട്ടുകാരുടെയോ? എഴുതി ചേർത്തോളൂ.
ഇതൊക്കെയുള്ള എൻ്റെ കേരളം എത്ര സുന്ദരമാണെന്ന് അറിയാമോ കൂട്ടുകാരെ? അതെയല്ലേ, നീളെ കായലുകളുണ്ട്, പിന്നെയോ ആ തെങ്ങിൻ തോപ്പുകളും അതുപോലെ വയലുകളും കുഞ്ഞു കുഞ്ഞു വീടുകളും, വളരെ ഭംഗിയുള്ള നമ്മുടെ നാടാണ് കേരളം. കൂട്ടുകാരെ, ഇനി നമുക്കൊരു കഥയായാലോ? കഥ പഠിക്കാമല്ലേ? കൂട്ടുകാർക്ക് 2 മാസം അവധിക്കാലമായിരുന്നു അല്ലേ? എന്തൊക്കെ ചെയ്തു? എവിടേക്ക് പോയി? കൂട്ടുകാരെ കാണാൻ പോയി അല്ലേ? ബന്ധുക്കളുടെ വീട്ടിൽ പോയി. പിന്നെയോ അമ്മൂമ്മയെ കാണാനൊക്കെ പോയായിരുന്നു അല്ലേ? നമ്മുടെ കൂട്ടുകാരായ അഭിനന്ദും നന്ദനയും അമ്മമ്മയെ കാണാൻ പോവാണ്. നമുക്ക് അവരോടൊപ്പം പോകാം. ഒരു അവധിക്കാലത്ത് അഭിനന്ദും നന്ദിനിയും വെളുപ്പിന് ഉണർന്നു. അമ്മമ്മയുടെ നാട്ടിൽ പോകണം, അവിടെ ഉത്സവമാണ്. മക്കളെ, വേഗം കുളിച്ചോളൂ. വസ്ത്രങ്ങൾ അടുക്കി വെക്കുന്നതിനിടെ അമ്മ വിളിച്ചു പറഞ്ഞു. ബാഗും എടുത്ത് 6ാം നിലയിൽ നിന്ന് പടികൾ ഇറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ട് നീങ്ങി. വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, അങ്ങനെ ആകെ ബഹളമയം. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാറ് നിർത്തി. പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. കാറ് പാലത്തിലേക്ക് കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി. അപ്പുറത്ത് പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദിനിയും കാഴ്ചകൾ കണ്ടു രസിച്ചു. കാറ് നാട്ടിൻപുറത്തെത്തി. റോഡിൽ തിരക്ക് കുറഞ്ഞു. ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങൾ, അങ്ങകലെ ഉയർന്ന മലനിരകൾ, പാടത്തിന് നടുവിലൂടെ കളകളമൊഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ. തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും പിന്നിട്ട് കാറ് ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. വീടിന് മുന്നിലെ വിശാലമായ മുറ്റത്ത് കാറ് നിന്നു. നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണുപൊത്തി. ഓ, എന്റെ പൊന്നുമോൾ എത്തിയോ? കൂട്ടുകാരെ, അത് ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? അഭിനന്ദും നന്ദിനിയും നാട്ടിൻപുറത്തെ ഉത്സവവുമായിട്ടാണ് നാട്ടിൻപുറത്ത് അമ്മമ്മയുടെ വീട്ടിലെത്തിയത്. ഇനി ആ വിശേഷങ്ങളാണ് കേട്ടോ. പറയാം, എഴുതാം. നന്ദിനിയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, ആകെ ബഹളമയം. ഇതാണ് അഭിനന്ദും നന്ദനയും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ. ഇനി നാട്ടിൻ പുറത്തവർ എന്തൊക്കെ കണ്ടു? റോഡിൽ തിരക്കുകളൊക്കെ കുറഞ്ഞു അല്ലേ? ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങൾ, അങ്ങകലെ ഉയർന്ന മലനിരകൾ, പാടത്തിന് നടുവിലൂടെ കളകളമൊഴുകുന്ന തോട്, പരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ, തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും. എന്തു ഭംഗിയാണല്ലേ കൂട്ടുകാരെ? അതെ, പറയാം. പട്ടണത്തിലെയും നാട്ടിൻപുറത്തെയും കാഴ്ചകൾ ഒരുപോലെയാണോ? എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത്? പട്ടണത്തിൽ വീതിയേറിയ റോഡാണല്ലേ, അതുപോലെ ഒത്തിരി തിരക്കുമുണ്ട്. നാട്ടിൻപുറത്താണെങ്കിലോ തിരക്കൊന്നുമില്ല അല്ലേ? കൊച്ചു കൊച്ചു വീടുകളാണ്, കൊച്ചു കൊച്ചു പച്ച വിരിച്ച പാടങ്ങൾ, ഉയർന്ന മലനിരകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. തോടുണ്ട്, തെങ്ങിൻ തോപ്പ്, വാഴത്തോട്ടം ഒക്കെ ഉണ്ട്. പട്ടണത്തിലോ വീതിയേറിയ റോഡാണ്, ഒത്തിരി വാഹനങ്ങളുണ്ട്, ഇരുവശത്തും വലിയ കൂറ്റൻ കെട്ടിടങ്ങളാണ്, വാഹനങ്ങളും കാൽനടക്കാരും, അങ്ങനെ ഭയങ്കര ബഹളകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പട്ടണം. എഴുതാം. പാടത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. വീതിയേറിയ റോഡ്, നിറഞ്ഞൊഴുകുന്ന പുഴ, കളകളമൊഴുകുന്ന തോട്, പച്ചവിരിച്ച പാടങ്ങൾ, കൂറ്റൻ കെട്ടിടങ്ങൾ, വിശാലമായ മുറ്റം, ഉയർന്ന മലനിരകൾ. മാറ്റി മാറ്റി എഴുതാം. നോക്കിയ കൂട്ടുകാരി, മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. അടുത്ത് തൊട്ടു തൊട്ട് വച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. അടിയിൽ വരയിട്ട വാക്കുകൾക്ക് പകരം തലങ്ങും വിലങ്ങും നിരനിരയായി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതാം.
റോഡിലൂടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോകുന്നുണ്ടായിരുന്നു. ഉറുപ്പുകൾ നിരനിരയായി പോകുന്നു. പാഠത്തിലുള്ളതുപോലെ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതാമോ? ഒന്നാമതേതാണ്? അഭിനന്ദും നന്ദനയും യാത്രയ്ക്ക് തയ്യാറായല്ലേ. രണ്ടാമതോ? നഗരത്തിരക്കിലൂടെ കാറ് മുന്നോട്ട് നീങ്ങി. 3, ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ അവർ കണ്ടു. 4, അവർ മുത്തശ്ശിയുടെ അടുത്തെത്തി. മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷവുമായി. ഇതുപോലെ ക്രമപ്പെടുത്തി എഴുതിക്കോളൂ കൂട്ടുകാരെ. ഗ്രാമത്തിലെത്തിയ അഭിനന്ദും നന്ദനയും അവിടെ കൂട്ടുകാരോടൊപ്പം കളിക്കുകയാണ്. എന്ത് കളിയാണ് കളിച്ചത്? മാണിക്യ ചെമ്പഴുക്ക. നമുക്കും കളിക്കാമോ? മാഞ്ചുവട്ടിൽ കുട്ടികളുടെ ബഹളം. അഭിനന്ദും നന്ദനയും അങ്ങോട്ടോടി. അയൽപ്പക്കത്തെ കുട്ടികൾ കളിക്കുകയാണ്. ഏതു കളിയാ നിങ്ങൾ കളിക്കുന്നത്? നന്ദന ചോദിച്ചു. മാണിക്യ ചെമ്പഴുക്ക. അതെങ്ങനെയാ കളിക്കുക? അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. ഉണ്ണി പറഞ്ഞു. മാണിക്യ ചെമ്പഴുക്ക കളിക്കുന്നത് എങ്ങനെയാണെന്ന് ഉണ്ണി നന്ദനയ്ക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാവരും പിറകിലേക്ക് കൈ കെട്ടി വട്ടത്തിൽ നിൽക്കണം. നടുവിൽ ഒരു കുട്ടി. വട്ടത്തിൽ നിൽക്കുന്നവർ പാട്ട് പാടിക്കൊണ്ട് ഒരു പഴുത്ത അടയ്ക്ക പിറകിലൂടെ കൈമാറണം. ഈ അടയ്ക്ക കൈമാറുന്നത് നടുവിൽ നിൽക്കുന്ന കുട്ടി കാണരുത്. ആരുടെ കയ്യിലാണ് ചെമ്പഴുക്ക എന്ന് നടുവിൽ നിൽക്കുന്ന കുട്ടി പറയണം. പറഞ്ഞത് ശരിയായാൽ ചെമ്പഴുക്ക കയ്യിലുള്ള കുട്ടി നടുവിൽ നിൽക്കണം. പറഞ്ഞത് ശരിയായില്ലെങ്കിൽ ആ കുട്ടി തന്നെ വിരുദ്ധനായി തുടരണം. ഇതാണ് കളി. കളിക്കാം. ഏത് പാട്ടാണ് പാടേണ്ടത്? പാടാമോ? ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യ ചെമ്പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യ ചെമ്പഴുക്ക, അക്കയിലിക്കയിലോ മാണിക്യ ചെമ്പഴുക്ക, അക്കയിലിക്കയിലോ മാണിക്യ ചെമ്പഴുക്ക, നടുവിലിരിക്കുന്ന വിരുദ്ധനറിയാതെ ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യ ചെമ്പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യ ചെമ്പഴുക്ക. കൂട്ടുകാർക്ക് കളിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? കളി തുടർന്നോളൂ. കൂട്ടുകാർക്ക് എത്ര കളികളുടെ പേരറിയാം? ഒളിച്ചുകളി, കുട്ടിയും കോലും, പട്ടുകളി, ഓടിച്ചുകളി, ഇതെല്ലാം കൂട്ടുകാർക്കറിയാവുന്ന ഗെയിമുകളുടെ പേരാണല്ലേ. ഈ കൂട്ടത്തിൽ ഉപകരണങ്ങൾ വേണ്ട കളികൾ ഏതെല്ലാമാണ്? ഉപകരണങ്ങൾ വേണ്ട കളികൾ വട്ടുകളി, കുട്ടിയും കോലും. ഉപകരണങ്ങൾ വേണ്ടാത്ത കളി ഒളിച്ചുകളി, ഓടിച്ചുകളി. ഈ കളികളിൽ 2 പേർ മാത്രം കളിക്കാവുന്നവ ഏതൊക്കെയാണ്? സംഘമായി കളിക്കാവുന്നവയോ? ഇനി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയെക്കുറിച്ച് എഴുതി നോക്കൂ. മാഞ്ചുവട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന നന്ദന ഓടി വന്ന് അച്ഛനോട് പറയുകയാണ്. അച്ഛാ അച്ഛാ, അതാ ഒരു ജാഥ. പാടവരമ്പിലൂടെ വരി വരിയായി ആളുകൾ നടന്നു വരുന്നു. നുസ്രത്തെ, നിന്റെ ഉപ്പയല്ലേ മുന്നിലുള്ളത്? ഉപ്പ ഇന്ന് തയ്യൽക്കട തുറന്നിട്ടില്ലേ? സഞ്ജു ചോദിച്ചു. എല്ലാവരും വട്ടിയും കുട്ടയുമായി എങ്ങോട്ടാ? വേലിക്കരികിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ചോദിച്ചു. അല്ല രാജു, നീ എപ്പോഴാ നാട്ടിൽ വന്നത്? നീ വരുന്നോ? ഞങ്ങൾ പാടത്തെ കുളം വൃത്തിയാക്കാൻ പോവുകയാ, ഗോവിന്ദേട്ടൻ പറഞ്ഞു. ഞാനും വരാം. പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുഴിച്ച കുളമല്ലേ ഗോവിന്ദേട്ടാ. കുളം വൃത്തിയാക്കിയാൽ കുട്ടികൾക്കെല്ലാം നീന്തൽ പഠിക്കാം, നുസ്രത്തിന്റെ ഉപ്പ പറഞ്ഞു. നാട്ടുകാർ ഒരുമിച്ചാൽ പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ. കുഴികളെല്ലാം മണ്ണിട്ട് മൂടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാകില്ല. രാജു പറഞ്ഞപ്പോൾ എല്ലാവരും തലകുലുക്കി. കണ്ടു കൂട്ടുകാരെ, അവര് കുളമൊക്കെ വൃത്തിയാക്കി അവിടെ ഒരു ബോർഡും സ്ഥാപിച്ചു. ഈ കുളം നമ്മുടേത്, വൃത്തിയായി സൂക്ഷിക്കുക. ഇതുപോലെ ഏതൊക്കെ പൊതു ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്? ബസ് കാത്തിരിപ്പ് കേന്ദ്രം, പോസ്റ്റ് ഓഫീസ്. കുളത്തിന്റെ കരയിൽ വെച്ച ബോർഡ് കണ്ടില്ലേ? ഇത്തരം ബോർഡുകൾ എവിടെയൊക്കെ സ്ഥാപിക്കാം കൂട്ടുകാരെ? വനം, സ്കൂള്, ആശുപത്രി, ഹോസ്റ്റൽ, ഇവിടെയെല്ലാം നമുക്ക് ഇതുപോലുള്ള ബോർഡുകൾ സ്ഥാപിക്കാം. നിങ്ങളുടെ കൂട്ടുകാരുടെ കുടുംബങ്ങളിൽ ഏതെല്ലാം തൊഴിൽ ചെയ്യുന്നവരുണ്ട്? തയ്യൽക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, സർക്കാർ ജീവനക്കാരുണ്ടല്ലേ. നുസ്രത്തിന്റെ ഉപ്പ തയ്യൽക്കാരനാണ്. ഇതുപോലെ മറ്റു തൊഴിലുകളുടെ പേരെഴുതൂ. നമ്മൾ പേരെഴുതി കഴിഞ്ഞു അല്ലേ? വാക്കുകൾ എഴുതാം, വായിക്കാം. രഥം, പാഥ, പന, കഥ. ഇങ്ങനെ വാക്കുകൾ ചേർത്ത് വാക്യങ്ങൾ എഴുതിക്കോളൂ. വാക്യങ്ങൾ എഴുതാം. കണ്ടെത്തിയ വാക്കുകൾ കൊണ്ട് വാക്യങ്ങൾ എഴുതൂ. രഥം പാതയിലൂടെ ഓടി, പന കഥ പറഞ്ഞു. കളി
കളിപ്പാട്ടം നിർമ്മിക്കാം. അമ്മമ്മ കുട്ടികൾക്ക് ചില കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾക്ക് ഇത്തരം കളിപ്പാട്ടം ഉണ്ടാക്കാൻ അറിയാമോ? ചാഞ്ചാടും പാവ, പച്ചിങ്ങ വണ്ടി. അമ്മമ്മയുടെ നാടിന്റെ പ്രത്യേകതകൾ വായിച്ചില്ലേ കൂട്ടുകാരെ? കൂട്ടുകാരുടെ നാടിന്റെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ഒരു വിവരണം തയ്യാറാക്കി നോക്കൂ. ഇനി നമുക്ക് മറ്റൊരു കവിത കൂടെ പാടാം. കുളവും തോടും കുളിർശോലകളും കളകളമൊഴുകും അരുവികളും കാറ്റിൻ പാട്ടിന് കാതോർത്തിയിടും പൂക്കളുമുള്ളൊരു മലനാട്. കാടും മേടും കതിരണി വയലും അണിയണി നിൽക്കും തെങ്ങുകളും പക്ഷികൾ പാടും പൂന്തോപ്പുകളും എത്ര മനോഹരം ഇന്നാട്. ഒന്നുകൂടെ പാടി നോക്കൂ. കുളവും തോടും കുളിർച്ചോലകളും കളകളമൊഴുകും അരുവികളും കാറ്റിൻ പാട്ടിന് കാതോർത്തിയിടും പൂക്കളുമുള്ളൊരു മലനാട്. കാടും മേടും കതിരണി വയലും അണിയണി നിൽക്കും തെങ്ങുകളും പക്ഷികൾ പാടും പൂന്തോപ്പുകളും എത്ര മനോഹരം ഇന്നാട്. കവിത ഇഷ്ടമായോ കൂട്ടുകാരെ? ഇഷ്ടമായല്ലേ? പറയാം, എഴുതാം. മലനാടിന്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? എഴുതിക്കോളൂ. കുളവും തോടും അരുവികളും പൂക്കളും എല്ലാം കൊണ്ട് മനോഹരമാണ് മലനാട്. മാത്രമല്ല, തെങ്ങിൻ തോപ്പുകളും വയലും വനവും പക്ഷികളും മൃഗങ്ങളും എല്ലാം മലനാടിന്റെ മാത്രം പ്രത്യേകതകളാണെന്ന് കവി വിവരിക്കുന്നു. എഴുതാം. കുളവും തോടും കാടും മേടും. ഇതുപോലെ ഒരുമിച്ച് ചേർക്കാവുന്ന മറ്റേതെല്ലാം പദങ്ങൾ കൂട്ടുകാർക്കറിയാം? അത് എഴുതിക്കോളൂ. കാറ്റും മഴയും ഇടിയും മിന്നലും പാട്ടും കഥയും. പറയാം, എഴുതാം. ഈ കവിതയ്ക്കൊരു തലക്കെട്ട് നൽകൂ. എന്റെ മലനാട്. കവിതയുടെ ആശയം സ്വന്തം വാക്യങ്ങളിൽ എഴുതാം. വളരെ മനോഹരമായ ഒരു ചെറിയ കവിതയാണിത്. മലനാടിന്റെ പ്രത്യേകതയാണ് കവി വിവരിക്കുന്നത്. കുളങ്ങളും പൂക്കളുമെല്ലാം മലനാടിനെ മനോഹരമാക്കുന്നു. അതുപോലെ തന്നെ കാടും നെൽപ്പാടങ്ങളും വരിവരിയായി നിൽക്കുന്ന തെങ്ങുകളും ഇതെല്ലാമുള്ള എന്റെ നാട് മനോഹരമാണെന്ന് കവി വിശേഷിപ്പിക്കും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ചിത്രവുമായി അവയെ വരച്ചു യോജിപ്പിച്ചോളൂ. വാർപ്പുപണി, വയറിംഗ്, മരപ്പണി, എഞ്ചിനീയറിംഗ്, പെയിന്റിംഗ് ഇതെല്ലാം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ്. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് 1-ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞു അല്ലേ? കൂട്ടുകാർക്ക് കവിതയും കഥയും ഒക്കെ ഇഷ്ടമായോ? നന്ദിനി അഭിനന്ദം പോയതുപോലെ നമുക്കും ഗ്രാമത്തിലേക്കൊരു യാത്ര പോകാമല്ലേ? അതെ. അപ്പൊ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത പാഠവുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.